ഈ 3 പോയിന്റും കൂടെ ഉള്ളൂ ധന്യ. നാവായിക്കുളം, 28-ാം മൈൽ, കടമ്പാട്ട് കോണം. ഇതിൽ ഈ പറയുന്ന എല്ലായിടത്തും ഈ 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് നല്ല ജനക്കൂട്ടം നിലവിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു അരമണിക്കൂർ കൂടുതലെങ്കിലും എടുക്കും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലത്തേക്ക് കടക്കുന്നതിന് വേണ്ടി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാത്രി വൈകിയായാലും VS-നെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കാത്തിരിപ്പ്. ജനങ്ങളുടെ ആ കാത്തിരിപ്പ്, അത് VS-നോടുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹം മറികടന്നുകൊണ്ട് VS-ന്റെ വിലാപയാത്രയ്ക്ക് ഇതുവഴി അതിവേഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാ ജനങ്ങൾക്കും ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റിലും ഇതേപോലെ വിലാപയാത്ര പതുക്കെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഉള്ള ഒഴിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിവേഗം തന്നെ സഞ്ചരിക്കുകയാണ്. നമുക്കറിയാം, വളരെ കുറച്ച് നേതാക്കൾക്ക് മാത്രമാണ്, രാഷ്ട്രീയത്തിലെ അതികായകർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു വരവേൽപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഈ അന്ത്യാഞ്ജലിയായിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ വിലാപയാത്രയ്ക്ക് പോകാൻ കഴിയുന്നത്. അത് എന്റെ ഓർമ്മയിൽ നയനാരുണ്ട്, EMS ഉണ്ട്, കെ കരുണാകരനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ഏറ്റവും ഒടുവിലായി ഇപ്പോ VS. ഇനി ഇങ്ങനെ ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നേതാക്കൾ ചുരുക്കമായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും. കാരണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായി മാറുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ VS എന്ന 2 അക്ഷരത്തെ, അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു ജനത, ആ ജനത അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ജനങ്ങൾ ഈ രാത്രിയിലും ഈ പാതിരാത്രിയിലും ഇങ്ങനെ റോഡിന്റെ ഇരുവശത്തുമായിട്ട് തിങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് VS-നോടുള്ള ആ സ്നേഹം തന്നെയാണ്. ഇപ്പോ നാവായിക്കുളത്തേക്ക് അടുക്കുകയാണ് VS-ന്റെ വിലാപയാത്ര. KSRTC ബസ്സിലാണ് VS-നെ കിടത്തിയിട്ടുള്ളത്. ഇത്രയും മണിക്കൂറായിട്ട് ആ ബസ്സിൽ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. പ്രത്യേകമായിട്ട് KSRTC തയ്യാറാക്കിയ ബസ്സാണിത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ TC പ്രദീപും വികാസ് ഭവൻ ഡിപ്പോയിലേക്ക് ശിവകുമാറുമാണ് ഇതിന്റെ ഡ്രൈവർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. മാറി മാറി വാഹനം ഓടിക്കുകയാണ്. അതേപോലെ പ്രധാന ബസ്സിനെ അനുഗമിക്കുന്ന 2ാമത്തെ ബസ്സിന്റെ ഡ്രൈവർമാർ തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിലെ S നവാസും പേരൂർക്കട ഡിപ്പോയിലെ V ശ്രീജേഷുമാണ്. തങ്ങൾക്ക് കിട്ടിയ ഈ ഒരു നിയോഗം അത് ഭംഗിയായി നിറവേറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ VS-നെ കാത്തു നിൽക്കുന്ന ഓരോ ജനങ്ങൾക്ക് മുന്നിലും വാഹനം നിർത്തി കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി പതുക്കെ പോകേണ്ടടുത്ത് പതുക്കെ പോവുകയും വേഗത്തിൽ പോകേണ്ടടുത്ത് വേഗത്തിൽ പോവുകയും തന്നെ ചെയ്യുകയാണ്. ആ വിലാപയാത്ര 2 മണിക്ക് തുടങ്ങിയ വിലാപയാത്രയാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിനെ KSRTC ബസ്സിലേക്ക് കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്ര പുറപ്പെടുമ്പോൾ ഇത്രയും സമയമെടുക്കുമെന്ന് ഒരുപക്ഷെ നേതാക്കൾ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ജനം തിങ്ങിക്കൂടുമെന്നറിയാമായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി നേരത്തെ സഞ്ചരിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ആ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ VS-നെ കാണാൻ വേണ്ടി ഓരോ പോയിന്റിലും ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടുമ്പോൾ അവരെ എല്ലാം കാണിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ സമയം ഒരു ഘടകമേ ആയി മാറുന്നില്ല. ഇനി ഏതാനും പോയിന്റുകൾ കൂടി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. 8 പോയിന്റുകളായിട്ട് തിരിച്ച് 18 ഇടങ്ങളിൽ കൊല്ലത്ത് ഈ ജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൊല്ലവും കൂടെ കഴിയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏകദേശം 10-12 മണിക്കൂർ എടുത്തു ഈ തിരുവനന്തപുരം ജില്ല കടന്നുകൂടാൻ വേണ്ടി. ഇപ്പോഴും തിരുവനന്തപുരം ജില്ല കടന്നു കൂടിയിട്ടില്ല. ഇനി അല്പം കൂടി സമയമെടുക്കും. അങ്ങനെ ഒരു 10-12 മണിക്കൂറൊക്കെ എടുത്ത് ഒരു ജില്ല കടന്നു പോകുമ്പോൾ അടുത്ത 2ാമത്തെ ജില്ല കുറച്ചുകൂടെ നീളം കൂടി ജില്ലയാണ്. ആ ജില്ലയിലൂടെ എത്ര ദൂരം വേണ്ടി വരുമെന്ന്, എത്ര നേരം ആ ദൂരം പിന്നിടാൻ വേണ്ടി എത്ര നേരം വേണ്ടി വരുമെന്ന് ഒരു ഊഹവുമില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആലപ്പുഴ വരെ 158 കിലോമീറ്റർ ഉണ്ട്. ആ 158 കിലോമീറ്റർ പിന്നിടാൻ 158 മണിക്കൂർ വേണമോ എന്നുള്ള ഒരു സംശയം നിൽക്കുകയാണ്. കാരണം അത്രത്തോളം ജനങ്ങൾ വന്ന് നിറയുന്നുണ്ട് VS-നെ കാണുന്നതിന് വേണ്ടി.